യവനെന്താ ഭ്രാന്തായ? ഇവനെന്നെ കള്ളം വല്ലോ. നമ്മുടെ പഴുതാര വീണേ, പഴുതാര വീണേ. ഒരുത്തനും മര്യാദയ്ക്ക് പിരിവ് പോലും തരും. പഴുതാരപ്പാപ്പം വീണ്. നീ അത് കേട്ടാ? നമ്മുടെ പാപ്പനെ ഏതോ ഒരു പെണ്ണിനെയും ചേർത്ത് ആ തെണ്ടി അനാവശ്യം പറഞ്ഞത് കേട്ടാ? പാപ്പൻ വീണ അവൾ ആരാന്ന് കണ്ടുപിടിക്കണം. അവനെ പൊക്കടാ. നിറഞ്ഞു പിടിച്ചു ഏതാണ് ഈ വീണ? അവളും പാപ്പനും തമ്മിലുള്ള ബന്ധം. വീണേന്ന് പറഞ്ഞതൊരു പെണ്ണല്ല, പാപ്പം വീണെന്ന് പറഞ്ഞതാ. പാപ്പൻ വീണോ? ആരാ ഞങ്ങളുടെ പാപ്പനെ വീഴ്ത്തിയത്? അയ്യോ, ആരാ വീഴ്ത്തിയെന്ന് അറിയത്തില്ല, പക്ഷെ ആരോ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. നമുക്ക് നോക്കാം. എന്നാലും നമ്മുടെ ആശാനെ മീശ പോലും ജടയാക്കി മാറ്റി ആശാന്റെ പ്രതികാരം നീ എങ്ങനെ നടക്കാനാ? ഇത് മൊത്തം അഴുക്കാണല്ലോ. ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഉരുക്കി നോക്കാം. പിള്ളേർ ഉപയോഗിക്കുന്നതല്ലേ? ആ, അതുകൊണ്ടാണല്ലോ ഇത്ര അഴുക്കുണ്ടാവുന്നത്. എന്തായാലും പഴുതാരയുടെ കാര്യം. പഴുതാരപ്പാപ്പന? ആ, അതിവിടെ ഒരു പേര് കേട്ടൊരു ഗുണ്ടയാ. പഴുതാരയുടെ സ്വഭാവമാണ് പാപ്പന്. പഴുതാരെ തല്ലി കൊന്നാൽ ജീവന്റെ ഒരു കഷ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അത് വന്ന് വിഷം കൊത്തിച്ച് തല്ലിയ ആളിനെ കൊല്ലുമെന്നാണ് പറയുന്നത്. പാപ്പനും അതുപോലെയാ. പാപ്പന്റെ മീശ ജഡ ആയതുപോലും ഒരു പ്രതികാരത്തിന്റെ കഥയുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കോ ആവോ. എന്തുവാടേ ഇത്? ഒരുമാതിരി കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് കയറി പോകുന്നത് പോലെ. ഇതൊരു ഹോസ്പിറ്റലാണ്, അതിന്റെ ഡിസിപ്ലിൻ കാണിച്ചിരിക്കണം. സിസ്റ്ററേ, എന്നാ പേര്? ബിന്ദു. എന്താ താങ്കളുടെ ഉദ്ദേശം? അല്ല, വെറുതെ ഇങ്ങനെ കിടന്നു കൊഞ്ചാൻ വേണ്ടിയായിരുന്നു. ആ, കൊഞ്ചും ചെമ്മീനൊക്കെ അങ്ങ് വീട്ടിൽ മതി. എണീറ്റ് പോടാ. ഞങ്ങളുടെ ആശാൻ എന്താ പറ്റിയേ? ഞങ്ങളുടെ പാപ്പനാശാൻ എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ. എനിക്കങ്ങനെ ദേഷ്യം വന്നോണ്ടല്ലോ. ചോര കാണണം. ആ ചോരക്കകത്ത് മോൻ കഴുകി ഉപ്പിടിച്ച് തുപ്പിട്ടേ ഇറങ്ങത്തുള്ളൂ. എടാ, തുപ്പാണ് ഇവിടെ തുപ്പല്ലേടാ. എന്നാടാ? എനിക്ക് ചോര കണ്ട തല ഇറങ്ങൂടാ. സത്യായിട്ടും. പിന്നെ ആശാൻ, പാപ്പാൻ, പഴുതാര, ചോര, എന്തോ നടേ ഇത്? രാവിലെ ഓരോന്നും കുറ്റിയും പറിച്ചോണ്ട് ഇറങ്ങിക്കോളൂ, മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാന്. ഇവിടെ കിടന്ന് ഷോ എങ്ങാനും കാണിച്ചാലുണ്ടല്ലോ 22 ഫീമെയിൽ കോട്ടയം പോലെ ആക്കിക്കളയും. ഇവിടെ എന്താ ബഹളം? എന്റെ സ്വഭാവം ഡോക്ടർക്ക് നേരത്തെ അറിയാന്നുള്ളതാ, അല്ലേ ഡോക്ടറെ? അല്ല ഡോക്ടറെ. ഡോക്ടറല്ല, നേഴ്സ്. എന്റെ നേഴ്സ് ചേച്ചി, എന്റെ ആശാൻ എന്നാ പറ്റിയേ? എന്റെ പഴുതാരപ്പാപ്പന് എന്നതാ പറ്റിയേ? ഞാൻ എന്റെ പൂജാമുറി പോലും പഴുതാരപ്പാപ്പന്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന അറിയാവോ? ഓഹോ, പാപ്പൻ പേഷ്യന്റെ കാര്യമാണോ ചോദിക്കുന്നത്? ഇപ്പൊ ട്രിപ്പ് ഇട്ടിരിക്കുക, ഒബ്സർവേഷനിലാണ് പാപ്പൻ. അയ്യോ, എന്റെ പാപ്പൻ പോയേ. മണ്ടന്മാരെ, ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നിരീക്ഷണത്തിലാണെന്ന്. ഇവിടെ കിടന്ന് കരച്ചിലും പിടിച്ചിലൊന്നും വേണ്ട. ദേ ആ റൂമിലുണ്ട്. പോകുന്നതിന് മുന്നേ ബില്ലടയ്ക്കുക. അപ്പൊ പോയില്ലേ ബില്ലടയ്ക്കണ്ട. വെറുതെ അയ്യോ, എനിക്ക് വയ്യ. ആനപ്പാപ്പാനെ പിന്നെ ആശാൻ ഈ കിടപ്പ് കിടക്കൂല്ലേ? ഞാൻ ആശാനൊന്ന് പൊക്കം വിട്ടതല്ലേ? എനിക്ക് വയ്യ. നീ ആ വെള്ളം ഉണ്ടല്ലോ. ആശാന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെട്ട കുത്തി കുറഞ്ഞേ പിടിയിടും. ഈ സമയത്ത് ആശ പാല് കുടിക്കുന്ന സമയത്താണ് ആശാന്റെ മുഖത്ത് വെള്ളം തളിക്കുന്നത്. ഈ മീശോണ്ട് അല്ലെ ആശാന് കൃത്രിമശാസ്ത്രം തന്നേനെ അറിയാവോ? എന്റെ പൊന്നാശാനെ, നിങ്ങൾ എന്താടാ എന്റെ വായിലോട്ട് ഒഴിച്ചേ? എന്താ ആശാനെ? ഒരു പുളിരസം. അയ്യോ, അതെന്റെ മൂത്രമായിരുന്നേ. അത് വിട്. ആശാൻ എന്താ പറ്റിയേ? ചോര കൊണ്ട് അർപ്പിടുന്നത് ആശാനിത് എന്ത് പറ്റി?
അതൊരു സംഭവമാണ്. ആശാനെ പൊക്കടാ. പിന്നെ, ഓ, ഓ, നാട്ടുകാരെ ഒരു ഒന്നൊന്നര പറ്റിച്ചോണ്ടാ അടിയാ. എന്നാ കുടിക്കാൻ വെയിറ്റാണോ? ഞാൻ രാവിലെ നമ്മളെ അമ്പലത്തിന്റെ ആൽത്തറ വെറുതെ നിൽക്കുവായിരുന്നു. എടാ ഇടിയൻ പോലീസേ, എന്റെ കാലിൽ 1 2 നഖം പിട്ടി ഇവിടെ ഇട്ടേക്കാം. വേണമെങ്കിൽ നീ വന്ന് എടുത്തിട്ട് പോ. ഒന്ന് കസർത്ത് നടത്തിയേക്കാം. നിന്ന ഇവിടെ ഇവിടെ വാ. എന്താടാ മുണ്ടിന്റെ കുത്തഴിക്കാൻ നിനക്കൊരു താമസം? എന്താ പാപ്പ? വീഡിയോ ഉണ്ടോടാ? അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ വീഡിയോ എടു. ഉണ്ട്. ആ കൊണ്ടുവാ. എന്താടാ കൈവിറയ്ക്കുന്നേ? എടാ ബീഡി കിട്ടി. കത്തിക്കാൻ നിന്റെ വീട്ടിൽ നിന്ന് ആൾ വരുവാടാ. എന്നാ പാപ്പ തീർന്നു. കൈ മച്ചസ്. പോ. എടാ പോടാ. അയ്യോ ഞാൻ വേഗം വിട്ടോടാ. പാപ്പ കലിപ്പില്ല. ഈ പാപ്പനോടാണോ അതിൻ്റെയൊക്കെ കളി? മീശയ്ക്ക് തീ പിടിച്ചെന്നെങ്ങാനും വാർത്തയാകുമോ? പോലീസുകാരെങ്ങനെ ഇവിടെ അങ്ങനെ ഉണ്ടാ? കൊള്ളാം. പല ബീഡിയും മരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ബീഡിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എന്തോ ഒരു അനുഭൂതി. ഈ മീശ കാരണം പുക തിരിച്ചു വരുവാണല്ലോടെ. എന്നാലും എന്തോ അനുഭൂതി കൊള്ളാലോ. ഒരു പുകയുടെ. ഹലോ അസ്പരസ്, എവിടെ നിൽക്കേ? ഇങ്ങോട്ട് വാ. എവിടെ വരാൻ? ഏതാ ഈ വേട്ടാകുടി? ഇയാൾ അവിടെ പോവാ. അപ്സരസ് ഇങ്ങോട്ട് നിൽക്ക. ഇവിടെ വരാൻ. എവിടെ പോവാ? ഹോസ്പിറ്റലിൽ പോവുക. ഹോസ്പിറ്റലില്ല, ഡാക്കിട്ടൊന്നും അല്ലല്ലോ ഹോസ്പിറ്റലിൽ പോകാൻ. ഹോസ്പിറ്റലിൽ പോവാന്ന് ഒറ്റ കീറ് വെച്ചെന്നാട്ടല്ലോ. ഓ ഭഗവാനെ, എത്രയോ ആളുടെ തലയിൽ ഇടി വീഴുന്നു. അതിൽ ഒരു ഇടി അവന്റെ തലയിൽ വീഴുന്നില്ലല്ലോ. പിന്നെ പറഞ്ഞാ ഉടനെ ഇടിങ്ങി വരോ? കത്തിക്ക് ഞാൻ ഇറങ്ങി വീഴ്ത്തും. ജട പിടിച്ച മീശയായിട്ട് ഇറങ്ങിയിരിക്കുക വൃത്തിയേട്ടവൻ. ഈ പാപ്പനെ നിനക്ക് അറിയത്തില്ല. പൊക്കം ഒറ്റ ഏറം. നിർത്തടാ. അയ്യോ നിർത്താൻ. അച്ഛനെ കുഞ്ഞ് അയ്യോ ആരും കണ്ടില്ലെന്ന് പയ്യന്റെ കാര്യം. ആരാടാ നീ? അവനുണ്ടാവനാണ്. എടാ നിന്നോടാ ചോദിച്ച ആരാന്ന്? നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലോടാ. ഇറച്ചി മണ്ണ് പറ്റണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പം വിട്ടോ. നോക്കുന്നു മനസ്സിലായോടാ? ഈ നാടൽപ്പം പെശക. പിന്നെ ഞാനും പറഞ്ഞു മനസ്സിലായോ? ആഹാ കൊള്ളാലോ. എടാ നീ വീട്ടിൽ തിരിച്ചു ചെല്ലത്തില്ലെന്ന് പറഞ്ഞിട്ടാണോടാ പോന്നത്? ആണോടാ റാസ്കലേ? അവൻ ന്യൂയോർക്കുമായിട്ട് വന്നത് കരിന്തിരിക്ക് പുക കൊണ്ടവൻ. എടാ നിന്നോട് ചോദിച്ച മനസ്സിലായില്ലേ? ഓ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. മാറി നിൽക്കടാ കൊണ്ട്. ഇന്ന് ഈ കത്തി ചോര കണ്ടിട്ട് ഞാൻ ഉറനെടുത്തോളൂ. ഏതാ ഈ വെള്ളക്കാർ? ഏതാ ഈ ഭക്തൻ? അർച്ചന കഴിക്കാനാണോ അതോ അർച്ചനെ കഴിച്ചുകൊണ്ട് പോകാൻ? കൊച്ചുകൊണ്ടല്ല. ജയദേവ സാറല്ലേ അബ്കാരി? അതെ, മനസ്സിലായില്ല. ഞാൻ സാറിനെ നോക്കി നിൽക്കായിരുന്നു. എന്തെങ്കിലും ജോലി കാര്യത്തിലാണെങ്കിൽ നാളെ ഓഫീസിലേക്ക് വരൂ. ഞാൻ ഒരു ജോലിയായിട്ട് തന്നെ വന്നത്. അയ്യോ ഞാൻ ഇപ്പത്തെ ആളല്ല. ബോധം പോയപ്പോ ഇനി അവൻ എന്തെങ്കിലും എന്നെ ചെയ്തു കാണുമോ?
ഞാൻ എങ്ങനെ ഇവിടെ എത്തിയ? ആശാൻ എന്താ ആലോചിക്കുന്നത്? നമുക്ക് ഈ പടി നിർത്തിയിട്ട് വല്ല വാർക്ക് പടിക്കോട്ടെ 6 മണിക്കോ ഒക്കെ പോകാം. ആശാനാണോ ഈ പറയുന്നത്? ആശാനെ നമുക്ക് നിർത്താം, പക്ഷെ ആശാന്റെ പണി തന്നെ തീർത്ത് നമുക്ക് നിർത്താം. അവനാ, ഈ നരം അവൻ തന്നെയാ. അയ്യോ, അവൻ തന്നെയാ. ആഹാ, അവൻ അത്രയ്ക്ക് ആൾക്കാരോ? എനിക്ക് കാണിച്ചു കൊടുക്കാം അവനെ. വേണ്ട, വാടാ ഇങ്ങോട്ട്. പോണ്ട. നിക്കടാ അവിടെ. നീ ഏതാടാ? ഇതിനു മുമ്പ് നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ നാട്ടുകാരനല്ല. എന്റെ പെങ്ങളെ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന നാടായത്. എന്റെ ചേച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പൊടിയരിക്കഞ്ഞായിട്ട് വന്നതാ. പൊടിയേരിക്കഞ്ഞി നമുക്ക് വായിക്കേറിടാ. അതേടാ, നീ തീർന്നടാ. എന്റെ ആശാനിട്ട് പണിഞ്ഞിട്ട് നീ ഇവിടെ ഞെളിഞ്ഞു നടക്കാമെന്ന് വിചാരിച്ചോ? ഇവന്മാരിതെവിടെ പോയി? അവന്മാരതുവഴി പറയാതെ അങ്ങ് പോയോ? കിടവേ ചെല്ലേ, ഞങ്ങളിവിടെ ആശാനെ ഇവിടുന്ന് പോയി നീയൊക്കെ പാട്ടിലോറിക്ക് തല വെച്ചോടാ. അല്ല ആശാനെ, ആശാൻ കാണിച്ചു തന്നവനോട് ചോദിക്കാൻ പോയതാ. അവൻ കേറി അങ്ങ് മേഞ്ഞ്. നീയൊക്കെ ഇറങ്ങിയപ്പോ അതാ ഞാൻ പറഞ്ഞത് വേണ്ടാന്ന്. പഴയ കാലമൊന്നുമല്ല, ഇപ്പൊ ന്യൂജൻ ഗുണ്ടായിസവാ. ശരിയാ, ഞാൻ ഈ പണി നിർത്തുവാ. ഇനിയുള്ള കാലം ശരീരം ഇറങ്ങി എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കാം. അതും ശരിയാ. അതും ശരിയാന്നല്ല, അതാണ് ശരി.